ദേശീയപാത അതോറിറ്റി നടുവിൽക്കര കോളനി എന്ന് എഴുതി സ്ഥലനാമ ബോർഡ് വയ്ക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. ദേശീയപാത 66-ൽ തൃത്തല്ലൂർ ഏംഗൽസ് നഗർ അണ്ടർപാസിന് ഇരുവശത്തും സ്ഥലനാമം അറിയിക്കുന്ന സൈൻ ബോർഡിൽ നടുവിൽക്കര കോളനി എന്ന് എഴുതിയത് കണ്ടതിനെ തുടർന്നാണ് ബോർഡ് വയ്ക്കുന്നത് നാട്ടുകാർ തടഞ്ഞത്. കേരളത്തിൽ പട്ടികജാതി സങ്കേതങ്ങൾക്ക് കോളനി എന്നതിന് പകരം LDF സർക്കാർ ഉന്നതി എന്ന് പുനർനാമകരണം ചെയ്തിട്ടുള്ളതാണ്. മാത്രവുമല്ല, നടുവിൽക്കര എന്ന പേരിൽ സങ്കേതമോ ഉന്നതിയോ ഇല്ല. CPM തൃത്തല്ലൂർ ലോക്കൽ സെക്രട്ടറി സുരേഷ് മഠത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷും മറ്റ് മെമ്പർമാരും സ്ഥലത്തെത്തുകയും ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിക്കാരുമായി ഫോൺ മുഖാന്തിരം ബന്ധപ്പെട്ട് സംസാരിച്ചു. അതിനെ തുടർന്ന് കോളനി എന്ന പേര് മാറ്റി നടുവിൽക്കര എന്ന് മാത്രമാക്കി വെക്കാൻ തീരുമാനമായതോടെ പ്രദേശവാസികൾ പിരിഞ്ഞുപോയി. ഗിരീഷ് മാത്തുക്കാട്ടിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റെജീന രാജു, സുജിത് MS, വാർഡ് മെമ്പർ PR സുഷിൽ, മണി മാത്തുക്കാട്ടിൽ, ആലി തൃത്തല്ലൂർ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കോളനി എന്നത് കേരളത്തിൽ നിന്നും എടുത്തു കളഞ്ഞ ഒരു പേരാണ്. കോളനിക്ക് പകരം ഉന്നതി എന്ന പേര് വേണം എന്നാണ് കേരള സർക്കാർ പോലും നിയമമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ആ സമയത്താണ് നടുവിൽക്കര പോലുള്ള വലിയ വിശാലമായ ആ പ്രദേശത്തെ ആകെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ കോളനി എന്ന നിലയിൽ അവർ പേര് വയ്ക്കാൻ ശ്രമിച്ചത്. അതിനെ ഞങ്ങൾ തടഞ്ഞു. അതിൻ്റെ ഭാഗമായി അതിൻ്റെ അതോറിറ്റി ഓഫീസർമാരുമായിട്ട് സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ മാറ്റി സ്ഥാപിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്.